കുറച്ച് ലാർജ് പോട്ട്സ് ഉള്ള, അതായത് മുഖക്കുരുവൊക്കെ വന്ന് കുറച്ച് കുഴിയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്ക്. ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക. ഗ്രീൻ ടീയുടെ ബാഗ് നമ്മൾ 1 ടീസ്പൂൺ വെള്ളത്തിൽ ഇറക്കി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഗ്രീൻ ടീയുടെ എക്സ്ട്രാസ് ഫുള്ളും വരുമ്പോഴത്തേക്കും അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എഗ് വൈറ്റ് എടുക്കുക, ഒരു മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്യുക, അതായത് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ ടീ ആ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കുക. കുറച്ച് ഉണ്ടാവത്തുള്ളൂ, പക്ഷേ നല്ലൊരു ക്ലീൻ പേസ്റ്റ് പോലെ കിട്ടും. അരിപ്പൊടിയുടെ ആ ഒരു സ്ക്രബ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അതായത് ക്ലെൻസ് ചെയ്യുക, ക്ലെൻസിങ് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പാക്ക് ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മുകളിലോട്ട് അപ്ലൈ ചെയ്യുക, താഴോട്ട് 20 മിനിറ്റ് വിട്ടേക്കുക. എന്നിട്ട് മുട്ടയുടെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യണം. ഡ്രൈ സ്കിൻ ആയിരുന്നാലും ഓയിലി സ്കിന്നുകാരായിരുന്നാലും ചൂടുവെള്ളത്തിൽ തന്നെ, അതായത് വാം വാട്ടറിൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഇത്. ഡെയിലി യൂസ് ചെയ്യുക. ഒരു 7 ദിവസം വരെ യൂസ് ചെയ്ത് കഴിയുമ്പം തന്നെ ഈ ഓപ്പൺ പോട്ട്സ് ഒക്കെ നമുക്ക് കുറച്ചായിട്ട് അടയുന്നതായിട്ട് കാണാം. ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് വരിക.